ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി പോയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. മോർണിംഗ് ഒരു 8 മണിയായ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മൾ പോണ്ടിച്ചേരിയിൽ മെയിൻ ആയിട്ടുള്ള ഏരിയയുടെ ആ ഉൾഭാഗത്ത് തന്നെയാണ് നമ്മൾ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടീ ഷോപ്പ്, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ഇതൊക്കെ എവിടെയെന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് അറിയാം. ഇവിടെ ഒരു മലയാളി നടത്തിയിട്ട് വരുന്ന ചെറിയൊരു ഹോട്ടലുണ്ട്. ഇവിടേക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വരുന്നത്. അപ്പം ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ കേരളത്തിലത്തെ ഫുഡ് പോലെ തന്നെയാണ്. നല്ല ഇഡ്ഡലിയും സാമ്പാർ, ചട്നി, പിന്നെ 2 തരം ചമ്മന്തി, അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീല് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ട്. എൻ്റെ തലയിലിടുന്ന ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ ഇവിടുന്ന് പുതിയതൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോർണിംഗ് ഈ പോണ്ടിച്ചേരിയുടെ വേറൊരു നമ്മൾ ഓൾറെഡി ചുറ്റിക്കറങ്ങി ഏരി മൊത്തം തപ്പിയിട്ടും എനിക്ക് ഒരു ഷോപ്പ് പോലും കണ്ടെത്താൻ പറ്റിയില്ല, ഫാൻസി ഷോപ്പ്. വഴി നിൽക്കുന്ന ഓരോരുത്തരടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചെറിയൊരു ഷോപ്പ് കണ്ടെത്തിയത്. ഇവിടെ ഈ ഒരു ടൈമിൽ ഷോപ്പുകളൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ നമുക്കൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ക്ലിപ്പ് മേടിച്ചു. അപ്പം അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയിട്ടോ. നമ്മൾ ഈ ക്ലിപ്പ് തപ്പാൻ വേണ്ടി ഇറങ്ങി നല്ല വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബനാന ഷേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അയാനും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയി സെക്കൻഡ് ഡേക്കുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇതാ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ്. ഇന്നത്തെ കോസ്റ്റ്യൂം നിങ്ങൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ വെസ്റ്റേൺ ലേഡി പോയിട്ട് മേടിച്ച എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ 2 ഏരിയ ആണ് മെയിനായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് പോണ്ടിച്ചേരിയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ആരോവില്ലാണ്. പിന്നെ രണ്ടാമത് മാംഗ്രോവ് ഫോറസ്റ്റിലുള്ള ഒരു ബോട്ട് റൈഡിങ്ങും. അതാണ് കേട്ടോ. അത് രണ്ടുമാണ് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ആരോവിൽക്കാണ് പോണത്. അപ്പോൾ 10 മണിക്ക് ഓപ്പൺ ചെയ്യുന്നുള്ളത് മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് അത് ചൂസ് ചെയ്തത്. നല്ല ടൈം ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല മേക്കപ്പ് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു. ഇപ്പം എൻ്റെ മുഖമൊക്കെ ആകെ ടാൻ അടിച്ചിട്ട് കോളായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ അടിപൊളി സ്പോട്ടുകളുണ്ട് ഈ ആരോവിലേക്ക് പോണ വേല തന്നെ. അപ്പം എന്തായാലും അത് ചെറുതായിട്ട് കോളായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഇടയിലുള്ള ടച്ചപ്പ് പരിപാടികളൊന്നുമില്ല കേട്ടോ. ഒരു വട്ടം മേക്കപ്പ് ഇട്ടാൽ പിന്നെ നമ്മൾ വൈകുന്നേരം വരെ അത് തന്നെയാണ്. അപ്പം എന്തായാലും എൻ്റെ പ്ലാനിങ്സൊക്കെ ചെറുതായിട്ട് പാളിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വെയിലാണ് കേട്ടോ അവിടെ. അപ്പം നമ്മൾ ഈ ആരോവിലേക്ക് പോണ വഴിയിൽ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഈ ഒരു 2 ബോർഡിൽ ഈ ആരോവിലിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും ഈ ഓരോവിൽ എന്ന് അറിയാൻ ചെറിയൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യം പറയാം കേട്ടോ. ഇത് 1968 തമിഴ്നാട് ഗവൺമെൻറ് ലോകത്തിലെ പല കോണിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും താമസിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്തിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് കേട്ടോ ഈ ഓരോവിൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000-ഓളം പല ജാതിയിലുള്ള പല നിറത്തിലുള്ള ആൾക്കാർ ഇവിടെ നല്ല ഒത്തൊരുമയോടെയാണ് താമസിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഹ്യൂമൻ യൂണിറ്റി, കൾച്ചറൽ ഡിവേഴ്സിറ്റി, സസ്റ്റൈനബിൾ ലിവിങ്, ഇതൊക്കെയാണ് കേട്ടോ ഈ ടൗൺഷിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ ആരാധനാലയങ്ങൾ, ബീവറേജ്, അതുപോലെ തന്നെ ബാറ്, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാത്ത പോണ്ടിച്ചേരിയിലെ ഏക ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ ഓറോവിലേക്ക് പോണ ഒരു വേ ആണ്. ആക്ച്വലി നമുക്ക് ഓറോവിൻ്റെ ഉള്ളിലൊന്നും കയറി കാണാൻ പറ്റില്ല കേട്ടോ. അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പെർമിഷൻ എടുക്കണം. അപ്പം അത് എടുക്കാനൊക്കെ നമുക്ക് അറിയാത്ത കാരണം നമ്മളത് എടുക്കാനും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓറോവിലെ ഫ്രണ്ട് സൈഡ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. അതിന് തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നടക്കാൻ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസൊക്കെ ഉണ്ട്, പോയിട്ട് കാണാനും വരാനും. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു, വരുമ്പോൾ ബസ്സിൽ വരാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പോണ വഴി തന്നെ ഒരുപാട് കാഴ്ചകൾ നടന്ന് കാണാനും എൻജോയ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പോണ വഴിയിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈൽഡ് ലൈഫ് മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പം അയാനിത് കണ്ടതും അയാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് കറങ്ങണം എന്നായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ മ്യൂസിയം അവർ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ഒന്നിനും ജീവനില്ല കേട്ടോ. ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊക്കെ ജീവൻ ഉണ്ടോ എന്ന് തോന്നിപ്പോവും. അത്രയും ഒറിജിനാലിറ്റിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ കുരങ്ങന്മാരും അതുപോലെ ബേർഡ്സ്, ഇതൊക്കെ ഈ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് നല്ല ഒറിജിനലായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ കയറിയതും ഒരു സൈഡിൽ കൂളറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ കൂളറിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു കുറേ നേരം. കാരണം ഇവിടെ അത്രയും വെയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വെയിലിൽ നിന്ന് ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ അയാനിതാ ഒരു മൃഗത്തിനെയും വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. എല്ലാവരുടെയും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഷാനിക്കയാണ് മെയിൻ ഫോട്ടോഗ്രാഫർ. കുറച്ച് നേരത്തേക്ക് പിന്നെ അവരുടെ പ്രഹസനങ്ങളാണ് കേട്ടോ. ശേഷം നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ ഓറോവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഉണ്ട് തോന്നുന്നു. അതോ അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല.
അപ്പോൾ പോണ വഴിയിൽ ചെറുതായിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ ചെറിയ സർബത്തൊക്കെ കഴിച്ചിട്ടാണ് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഫൈനലി ഓറോവിലെ ഫ്രണ്ടിലെത്തിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷനൊന്നും നമ്മൾ എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കാണാനുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം ഇത്രയും ദൂരത്ത് നിന്നാണ് കേട്ടോ നമ്മൾ ഓറോവിൽ കാണുന്നത്. ഓറോവിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണിത്. അപ്പം ഇതൊരു ഗ്ലോബ് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി കാണണം. പിന്നെ ഇതിൻ്റെ ചെറിയൊരു മാതൃക നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു എൻട്രൻസിലൊരു ഹോളിൽ കയറിയപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു രൂപം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അതിനുശേഷം ഓറോവിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരത്തേക്കാണ് കേട്ടോ നമ്മളിതാ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓറോവിൽ തന്നെ നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ നമ്മൾ ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇതിലും ടൈം എടുത്തിരുന്നു. അപ്പം അടുത്തതായിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിന് കുറച്ച് നടക്കാണ്ട് ഓറോവിലേക്ക് പോകണമെന്ന് അത്ര ഒന്നും ഇല്ല, ഒരു 500 മീറ്ററൊക്കെ ഉള്ള നടക്കാൻ. അപ്പോൾ ആ നടക്കണ വേലും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പം അതിനുശേഷം നമ്മളിതാ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിങ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കൂബ ഡൈവിങ് ഉണ്ട്, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ ട്രിപ്പ് പോയി വന്നിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കണുള്ളൂ. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് ചെറിയൊരു ബോട്ടാണ് കേട്ടോ. ഞാനും ഇക്കും മോനും മാത്രമേ ഉള്ളത്. പക്ഷേ ഇത്രയും പേരുണ്ട് കേട്ടോ ഞങ്ങളുടെ ബോട്ടിൽ. അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് പ്രൈവസി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ അങ്ങനത്തെ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ വേറെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ പിന്നെ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് ഇരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്ക് ഇരിക്കണമെങ്കിൽ ഏറ്റവും ലാസ്റ്റേ പറ്റുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ 2 സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒപ്പം ഇരിക്കണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇരിക്കണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഇരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നവർക്കും ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും മാത്രമാണ് ഒരുമിച്ചുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന കപ്പിൾസൊക്കെ ആകെ ശശിയായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇടി മിന്നലായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള 2 വിസിറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ നൈറ്റ് നമ്മൾ വീണ്ടും ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ നടന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നേരം നമ്മൾ റിലാക്സ് ചെയ്ത് നടന്നിട്ട് മെല്ലെയാണ് കേട്ടോ നമ്മളൊരു ഹോട്ടലിലേക്ക് കയറിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നൈറ്റ് വൈബാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ശരിയാണ് കേട്ടോ. നൈറ്റാണ്, ചൂടില്ലാണ്ട് നല്ല സുഖത്തിൽ നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ. ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഷവർമയും ചിക്കൻ ലോലിപ്പോപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതും കഴിച്ച് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റ, ടേക്ക് കെയർ.